ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ചു പുറത്തുവന്ന രാഹുൽ മാങ്കൂട്ടം തൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളുടെ വേഗത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത്രയും നാൾ വിവാദ വിഷയങ്ങളിൽ നിശബ്ദത പാലിച്ചിരുന്ന രാഹുൽ ഇനി ജനങ്ങളോട് കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ കൃത്യമായി വിശദീകരിക്കുമെന്ന് അദ്ദേഹത്തോട് അടുത്തു നിൽക്കുന്ന വൃത്തങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. ഇതിൻ്റെ ആദ്യപടി എന്നവണ്ണം തന്നെയാണ് ഇന്നലെ 24 ന്യൂസിന് രാഹുൽ മാങ്കൂട്ടം ഒരു എക്സ്ക്ലൂസീവ് അഭിമുഖം നൽകിയത്. ചില നിയമ നടപടികൾ കൂടി പൂർത്തിയാക്കിയാൽ രാഹുൽ മാങ്കൂട്ടം തന്നെ തനിക്കെതിരെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള തെളിവുകളെന്ന് പറയപ്പെടുന്ന വാട്സപ്പ് ചാറ്റുകളുടെയും ശബ്ദരേഖകളുടെയും പൂർണ്ണരൂപം പുറത്തേക്ക് വിടുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്ന അഭ്യൂഹം. രാഹുൽ മാങ്കൂട്ടത്തെ ഇത്തരമൊരു നടപടിക്ക് പ്രേരിപ്പിക്കുന്നത് ഇത്രയധികം കേസുകളിൽ പ്രതിയായിട്ടും ഇത്രയധികം തെളിവുകൾ പുറത്തു വന്നിട്ടും തനിക്ക് പൊതുജനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ നിന്നും യുവാക്കളിൽ നിന്നും വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് കോൺഗ്രസിനും UDFിനും ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ കൃത്യമായ സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിനാൽ തന്നെ രാഹുലിന് ലഭിക്കുന്ന പിന്തുണ തങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ അനുകൂലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുവാൻ കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് കാലത്തിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിലേക്ക് തിരികെ എടുക്കുവാനാണ് UDFിനുള്ളിലും കോൺഗ്രസിനുള്ളിലും ഇപ്പോൾ ഏറെക്കുറെ ഒരു തീരുമാനം ആയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഇന്നലെ നടന്ന അഭിമുഖത്തിൽ കോൺഗ്രസിനെയും UDFിനെയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവരെയും സംരക്ഷിച്ചു പിടിച്ചുകൊണ്ട് നൽകിയ മറുപടികളും ഇത്തരമൊരു നീക്കുപോക്കിൻ്റെ ഭാഗമാണെന്നും രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഇന്നലെ നടന്ന അഭിമുഖത്തിൽ അതിജീവിതമാർക്കെതിരെയും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലും ഉയർന്ന ചോദ്യങ്ങൾക്കപ്പുറം കോൺഗ്രസുമായി ബന്ധപ്പെട്ടും രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവിയുമായി ബന്ധപ്പെട്ടും ചില ചോദ്യങ്ങൾ ഹാഷ്മി താജ് ഇബ്രാഹിം ഉന്നയിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യമായിരുന്നു. താൻ മത്സരിക്കണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കണം എന്ന നിലപാടാണ്, അല്ലെങ്കിൽ മറുപടിയാണ് രാഹുൽ ഈ ചോദ്യത്തിന് നൽകിയത്. ഇവിടെ വീണ്ടും ഹാഷ്മി ചോദിക്കുന്നു, രാഹുൽ ഇപ്പോൾ അതിന് കോൺഗ്രസിൻ്റെ ഭാഗമല്ലല്ലോ എന്ന്. എന്നാൽ അവിടെയും നിലപാട് കൊണ്ട് രാഹുൽ കോൺഗ്രസിൻ്റെ വിശ്വാസം നേടിയെടുത്തു എന്ന് നാം പറയേണ്ടിയിരിക്കുന്നു. രാഹുൽ ഇതിന് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇപ്പോഴത്തെ ലീഡർഷിപ്പിന് തന്നെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുവാൻ കഴിയുമായിരിക്കും. പക്ഷേ തൻ്റെ ഉള്ളിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കണമെങ്കിൽ അത് താൻ തന്നെ തീരുമാനിക്കണമെന്നും അത്തരമൊരു സംഭവം ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നും രാഹുൽ പറയുന്നുണ്ട്. താൻ മറ്റൊരു പാർട്ടിയിലേക്കും പോകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഇപ്പോഴും കോൺഗ്രസിൽ തുടരാൻ ആഗ്രഹിക്കുന്നു എന്നുമുള്ള രാഹുലിൻ്റെ ഒരു നിലപാടാണ് ഇതിലൂടെ പാർട്ടിയുമായി അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ശ്രമിച്ചത്. മാധ്യമ അഭിമുഖത്തിൽ പറയുന്നതിന് മുൻപേ തന്നെ ഇത് താനുമായി അടുത്തു നിൽക്കുന്ന നേതാക്കൾ വഴി പാർട്ടി നേതൃത്വത്തെ രാഹുൽ ധരിപ്പിച്ചിട്ടുണ്ടെന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഈ അഭിമുഖത്തിൽ രാഹുൽ മാങ്കൂട്ടത്തോട് രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് ഹാഷ്മി ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, VD സതീശൻ ഇത്രമാത്രം കർശനമായൊരു നിലപാട് താങ്കൾക്കെതിരെ എടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നതാണ്. അപ്പോൾ അതിനും വളരെ കൃത്യതയോടുകൂടി തന്നെ VD സതീശനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് രാഹുൽ മറുപടിയായി അറിയിച്ചത്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആദ്യമായി വേട്ടയാടപ്പെട്ടത് VD സതീശൻ എന്ന നേതാവാണെന്നാണ് രാഹുൽ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കായിരുന്നുവല്ലോ ആദ്യം DYFIയും പിന്നീട് BJPയും പ്രകടനം നടത്തിയതെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ ഘട്ടത്തിൽ താൻ ഒരു സന്ദർഭത്തിലും VD സതീശനെ ബന്ധപ്പെട്ട് തൻ്റെ ഭാഗം ന്യായീകരിക്കുവാൻ ശ്രമിച്ചിട്ടില്ല എന്നും തൻ്റെ വാദമുഖങ്ങൾ VDക്ക് മുമ്പിൽ താൻ പ്രസൻറ്റ് ചെയ്തിട്ടില്ല എന്നും രാഹുൽ പറയുന്നുണ്ട്. എന്നാൽ ഇതൊരു അടഞ്ഞ അധ്യായമല്ല എന്നും ഇനിയും അതിനുള്ള സാധ്യതകളുണ്ട് എന്നും രാഹുൽ വ്യക്തമാക്കുമ്പോൾ അതീവ രഹസ്യമായി രാഹുൽ മാങ്കൂട്ടം VD സതീശനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്. കോൺഗ്രസിൽ നിന്ന് രാഹുൽ നേരിട്ട അച്ചടക്ക നടപടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെപ്പോലെ പ്രസ്ഥാനത്തെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് നൽകാൻ കഴിയുന്ന പരമാവധി ശിക്ഷയാണ് കോൺഗ്രസ് തനിക്ക് നൽകിയിട്ടുള്ളത് എന്നും രാഹുൽ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തൻ്റെ ഭാഗം കേൾക്കുവാൻ പാർട്ടി നേതൃത്വം തയ്യാറായില്ല എന്ന ചെറിയ പരിഭവം പറയുന്ന രാഹുൽ അതേ സമയത്ത് തന്നെ തൻ്റെ പ്രശ്നങ്ങൾ വളരെ നിസ്സാരമാണ്, കേരളത്തിലെ കോൺഗ്രസിന് മുമ്പിൽ ഇപ്പോൾ ജനങ്ങൾ വെച്ചിട്ടുള്ളത് ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുവാനുള്ള ഉത്തരവാദിത്തമാണെന്നും ആ ഉത്തരവാദിത്വവുമായി താരതമ്യം ചെയ്യുമ്പോൾ തൻ്റെ വിഷയങ്ങൾ നിസ്സാരമാണെന്നും അതുപോലെ തന്നെ തൻ്റെ സാന്നിധ്യം കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ഒരു ഘട്ടത്തിലും ബാധിക്കരുതെന്ന് മറ്റാരേക്കാളും താൻ ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട്. ഇത്തരത്തിൽ നേതൃത്വത്തെയും VD സതീശനെയും സംരക്ഷിച്ചുകൊണ്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറുപടികൾ വളരെ കൃത്യമായ ചില ധാരണകളുടെ അടിസ്ഥാനത്തിലാണെന്നും ഏറെ താമസിയാതെ തന്നെ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരികെ എത്തുമെന്നുമാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്.
രാഹുലുമായി ബന്ധപ്പെട്ട് ഈ വിവാദങ്ങൾ ഉയർന്നപ്പോൾ അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്ന കടുത്ത നടപടിയിലേക്ക് കോൺഗ്രസ് കടന്നത് അദ്ദേഹത്തിന് ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം സെഷൻസ് കോടതിയിൽ നിന്ന് നിഷേധിക്കപ്പെട്ടതോടെയാണ്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതിയുടെ ആധികാരികതയിലും ഉദ്ദേശശുദ്ധിയിലും ബലാത്സംഗം എന്ന വകുപ്പ് നിലനിൽക്കുമോ എന്ന കാര്യത്തിലും ഹൈക്കോടതി തന്നെ സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ള സാഹചര്യത്തിൽ അന്തിമമായ ഒരു ജാമ്യ ഉത്തരവ് വരുമ്പോൾ രാഹുലിന് അനുകൂലമായ പരാമർശങ്ങൾ ആ ഉത്തരവിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിലേക്ക് തിരികെ എടുക്കുവാനാണ് നേതൃത്വം ആലോചിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ സ്ഥാനാർത്ഥിയാകുകയോ പാർട്ടിയിലേക്ക് തിരികെ എത്തുന്ന രാഹുലിന് ഉടനടി സ്ഥാനമാനങ്ങൾ ലഭിക്കുകയോ ചെയ്യില്ല. എങ്കിൽ കൂടിയും രാഹുൽ പാർട്ടി അംഗമാണ് എന്ന നിലയിൽ നിയമസഭയിലെ 140 നിയോജക മണ്ഡലങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രചരണത്തിനെത്തിക്കുവാൻ കഴിയുമെന്നും അതിൻ്റെ ആനുകൂല്യം UDFന് നേടിയെടുക്കുവാൻ കഴിയുമെന്നുമാണ് UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഒരുപോലെ ചിന്തിച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുവാനുള്ള നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരെ വളരെ കർശനമായ നിലപാടുമായി രംഗത്തെത്തുവാൻ UDF പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ തീരുമാനവും കൈക്കൊണ്ടിട്ടുള്ളത്. നമുക്കറിയാം, പ്രതിപക്ഷത്തിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ഇത്തരം ഒരു ബലാത്സംഗ കേസിൻ്റെ പേരിൽ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കുവാൻ നിയമസഭാ എത്തിക്സ് കമ്മിറ്റി തീരുമാനിച്ചാൽ ഭരണപക്ഷ നിരയിലുള്ള മുകേഷിനെ പോലുള്ള ആളുകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ഒരു നടപടിയെ ചോദ്യം ചെയ്യാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് മാത്രമല്ല UDFും ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു വിഷയത്തിൽ ഇതേ നിലപാട് കൈക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന അഭിപ്രായം പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയിൽ ഇന്ന് ഈ വിഷയം പരിഗണനയ്ക്ക് വരുമ്പോൾ അതിനെ എതിർക്കുവാനുള്ള നിർദ്ദേശം UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധികളായ അംഗങ്ങൾക്ക് പാർട്ടിയും മുന്നണിയും ഔദ്യോഗികമായി തന്നെ നൽകിയിട്ടുമുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഇത്തരം കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് രാഹുൽ ഉടനടി കോൺഗ്രസിലേക്ക് തിരികെ എത്തുമെന്നാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവാദങ്ങൾ ഉയർന്നു വന്നതിന് ശേഷം ഇത്തരം അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് പാർട്ടിയും മുന്നണിയും ആദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അത് കൃത്യമായ ധാരണകളുടെ അടിസ്ഥാനത്തിലാണെന്നും ഇതിൻ്റെ തുടർ നടപടി എന്ന വണ്ണം രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിലേക്ക് തിരികെ എത്തുവാനുള്ള സാധ്യതകളും വർദ്ധിച്ചിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഇത്തരം ഒരു നടപടി ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനു മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് VD സതീശനെയും കോൺഗ്രസിൻ്റെ മറ്റു മുതിർന്ന നേതാക്കളെയും നേരിൽ കണ്ട് തൻ്റെ ഭാഗങ്ങൾ വിശദീകരിക്കുവാൻ രാഹുൽ അവസരം തേടുമെന്നും അത്തരം ഒരു അവസരം തേടൽ രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിന് അനുമതി നൽകണമെന്നുള്ള അനൗപചാരിക ധാരണയും കോൺഗ്രസ് നേതാക്കൾക്കിടയിലും UDF നേതാക്കൾക്കിടയിലും ഉരുത്തിരിഞ്ഞുവെന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. സമാനമായി ഒരു മുൻ MP ആയിട്ടുള്ള കോൺഗ്രസ് നേതാവിൻ്റെ മകളെ പീഡിപ്പിച്ചു എന്ന ആരോപണത്തിലും രാഹുൽ വ്യക്തത വരുത്തിയിരിക്കുന്നത് ബോധപൂർവം കോൺഗ്രസിലേക്ക് തിരികെ എത്തുവാനുള്ള സാഹചര്യത്തിന് കളമൊരുക്കാനാണെന്നും വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട്. ഈ പരാമർശിക്കപ്പെടുന്ന കോൺഗ്രസ് നേതാവും താനുമായും ഇപ്പോഴും വളരെ അടുത്ത ബന്ധമുണ്ടെന്നും ഈ ഡിസംബർ മാസം പോലും തങ്ങൾ ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും രാഹുൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പരാമർശിച്ച MP നടത്തിയ ഒരു പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി 2025 മെയ് മാസത്തിൽ തന്നെ ക്ഷണിച്ചിരുന്നു എന്ന കാര്യം രാഹുൽ വ്യക്തമാക്കുകയും ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടു കൂടി പറയുകയും ചെയ്യുമ്പോൾ അതും കോൺഗ്രസിലേക്ക് തിരികെ എത്തുവാനുള്ള നീക്കങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുവാനുള്ള ഒരു നടപടിയായിട്ട് തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. ഏതൊക്കെയാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൻ്റെ ഒരു പ്രാഥമിക അംഗമെന്ന നിലയിൽ പോലും UDFിലേക്ക് തിരികെ എത്തിയാൽ അത് പാർട്ടിക്കും മുന്നണിക്കും വലിയ രീതിയിൽ ഊർജ്ജമാകുമെന്നും ഇടതുമുന്നണി ഇതിനെ ചൊല്ലി ഉയർത്തുന്ന രാഷ്ട്രീയ വിവാദങ്ങളെ ജനങ്ങൾ തമസ്കരിക്കുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് UDF കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുവാൻ കഴിയുന്നത്. ഇനി ഈ വിഷയത്തിൽ ഏറ്റവും നിർണായകമായ നിലപാട് എന്ന് പറയുന്നത് VD സതീശൻ്റേതാണ്. VD സതീശൻ ഇപ്പോഴും രാഹുലിനോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട എന്ന കടുത്ത നിലപാടിൽ തന്നെ തുടരുകയാണെങ്കിലും VD സതീശനെ ഇക്കാര്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുവാൻ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും നേതൃത്വം ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാമല്ലോ, രാഹുലുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുജനം മുഴുവൻ അറബിക്കടൽ പോലെ അലയിളകി വന്നാലും ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ നിലപാടിൽ നിന്ന് ഒരിഞ്ച് പോലും താൻ പിന്നോട്ട് പോവില്ല എന്ന് പരസ്യമായി പലവട്ടം പ്രഖ്യാപിച്ച സതീശനെ സംബന്ധിച്ചിടത്തോളം എന്ത് ന്യായീകരണമായിരിക്കും രാഹുലിനെ തിരികെ എത്തിക്കുമ്പോൾ നിരത്തേണ്ടത് അല്ലെങ്കിൽ ജനങ്ങളോട് പറയേണ്ടത് എന്നൊരു ആശങ്ക അദ്ദേഹത്തിൻ്റെ ക്യാമ്പിനുള്ളതായും അറിയാൻ കഴിയുന്നുണ്ട്. എന്നിരുന്നാലും ഹൈക്കോടതിയിലെ ജാമ്യ ഉത്തരവായിരിക്കും രാഹുലിൻ്റെ കോൺഗ്രസിലേക്കും UDFിലേക്കുമുള്ള മടങ്ങിവരവിൽ ഏറെ നിർണായകമാകുക എന്ന കാര്യത്തിൽ തർക്കമില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇതിനുള്ള സാധ്യതകൾ ശക്തമാണെന്നാണ് രാഹുൽ ക്യാമ്പിൻ്റെ വിലയിരുത്തൽ. കാരണം കോടതി തന്നെ പല ഘട്ടത്തിലും കേസിലെ പരാതിക്കാരിയുടെ ഉദ്ദേശശുദ്ധിയെ സംശയനിഴലിലാക്കുന്ന പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ടെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്.
അങ്ങനെ സംഭവിച്ചാൽ രാഹുലിന് ഏറെ അനുകൂലമാകുന്ന പരാമർശങ്ങൾ ഉൾപ്പെടുന്ന ഒരു ജാമ്യ വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പുറപ്പെടുവിച്ചാൽ ഒരു കാര്യത്തിൽ സംശയം വേണ്ട, രാഹുൽ മാങ്കൂട്ടം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് മടങ്ങിയെത്തും. രാഹുലിൻ്റെ ഈ കടന്നുവരവ് UDFനും കോൺഗ്രസിനും ഗുണം ചെയ്യുമെന്ന കാര്യത്തിലും തർക്കമില്ല. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പബ്ലിക് ഡൊമൈനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതുവരെ ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.